ആ സാധനം കണ്ടില്ലേ? അപ്പോൾ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോണെന്ന് മനസ്സിലായല്ലോ. യെസ്, ഒരു പോസ്റ്റ് വാൾസ് ആണ്, പോസ്റ്റ് കാർഡ്സ് എന്നും പറയും. ഇത് നമ്മൾ ഒട്ടുമിക്ക എല്ലാ ക്രാഫ്റ്റുകാരുടെ ടേബിളിലും കണ്ടുവരുന്ന ഒരു പ്രധാന സാധനമാണ്. ഇത് ഞാനിപ്പോൾ കുറേ നാളായി എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നു നോക്കിയിരുന്നപ്പോൾ നമ്മുടെ പിൻട്രസ്റ്റ് കുട്ടിയായിരുത്തി ഒരു സാധനം സജസ്റ്റ് ചെയ്തു. സംഭവം കുറേ കാലത്ത് മുമ്പ് ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാനങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഞാൻ നോക്കുമ്പോൾ കരീൽ ക്ലൗഡിൻ്റെ നീനു ഷാജിൻ്റെ എല്ലാവരുടെയും സംഭവം ഉണ്ട്. ഞാൻ മാത്രം ട്രൈ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ പക്ഷേ അവരൊക്കെ വാങ്ങിച്ചു 250 രൂപക്ക് കുറേ പീസ് കിട്ടും. എന്നാലോ ഞാൻ അതുകൊണ്ടല്ല, ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. DIY ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാണ്. എന്താവുമെന്ന് കണ്ടറിയാം. പക്ഷേ ഈ ക്രാഫ്റ്റ് ഒക്കെ ഇരുന്ന് ചെയ്യണവർക്ക് നല്ലോണം ഇഷ്ടമാവും. നല്ല ക്ഷമയുടെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ക്രാഫ്റ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് യുവർ DIY. എന്താ DIY വീഡിയോസ് എന്ന് വെച്ചാൽ എനിക്ക് നിൻ്റെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം താങ്ക് യു ലോഡ്സ്. കുട്ടിയുടെ പേര് മോക്ഷ എന്നാണ് കേട്ടോ. താങ്ക് യു മോക്ഷ. ആൻഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ക്രാഫ്റ്റിന് അങ്ങനെ നല്ല സജഷൻസ് ഒന്നും വരാറില്ല കേട്ടോ. ക്രാഫ്റ്റ് വീഡിയോസിന് വ്യൂസ് ഉണ്ടാവും, എനിക്ക് ഇടണം, ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടണം എന്നുണ്ട്, പക്ഷേ വ്യൂസ് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് മാറ്റി എഡിറ്റഡ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഓരോ ദിവസവും ഇനി ക്രാഫ്റ്റ് വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഷൗട്ട് ഔട്ട് ഉണ്ട് കേട്ടോ, എല്ലാവരുടെയും നെയിം വെച്ചിട്ടും. ഇന്ന് മുതൽ നമ്മളൊരു ഷൗട്ട് ഔട്ട് തുടങ്ങുന്നുണ്ട്. സോ നിങ്ങളുടെ പേരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷൗട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഈ ഒരു സംഭവം ഞാൻ സജസ്റ്റ് ചെയ്യണത് ക്ഷമയുള്ളവർക്കും അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്കും ഞാൻ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം നല്ല സംഭവമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒട്ടും ക്ഷമ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി വന്ന പേപ്പർ A4 ഷീറ്റൊക്കെ വെച്ച് ഞാനൊരു കുഞ്ഞ് നോട്ട് പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം തട്ടിക്കൂട്ടാണല്ലോ. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കണ ഒരു A4 ഷീറ്റ്, 2 A4 ഷീറ്റ് തന്നെ എടുത്തിട്ടുള്ള, അതിനെ ഫോൾഡ് ചെയ്യുക, മടക്കുക, കീറുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സോ ഡ്രോയിങ്സോ ഒക്കെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ വാൾ പോസ്റ്റേഴ്സ് കാർഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇത്ര ഉള്ളിട്ട് സംഭവം നല്ല ക്യൂട്ടും ആയിട്ടുണ്ട്, ആസ്തറ്റിക്കും ആയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ക്ഷമ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും ഭംഗി നിങ്ങൾക്ക് എത്താം കേട്ടോ. അപ്പോൾ സംഭവം എങ്ങനെയുണ്ട്, ഈ ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. പിന്നെ ഷൗട്ട് ഔട്ടിൻ്റെ കാര്യം മറക്കണ്ട, നിങ്ങളുടെ പേരൊക്കെ കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ഈ ക്രാഫ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സംഭവം, നല്ല രസമുണ്ട്. ഇച്ചിരി കൂടെ പതിയെ ചെയ്യുകയാണെങ്കിൽ, ക്ഷമയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായി കിട്ടിയാണ്. നിങ്ങളത് ക്ഷമയിലേക്ക് ട്രൈ ചെയ്ത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേര് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷൗട്ട് ഔട്ട് ആർക്കൊക്കെയാണെന്ന് പറഞ്ഞാലോ, ഇവർക്കാണ് കേട്ടോ ഇന്നത്തെ ഷൗട്ട് ഔട്ട്. അൽവി, നിഷാനി, ദിയ, മോക്ഷ, പരിനിധി, തനുശ്രീ, എല്ലാവർക്കും ഹായ്.